Meet the editors. KPCCക്ക് നാഥനില്ലേ എന്നാണ് ചോദ്യം. സുനിൽ, KPCC പ്രസിഡന്റ് ഇപ്പോൾ നിലവിൽ മന്ത്രിയാണ്. മന്ത്രിയായ ശേഷം അദ്ദേഹം ഒഴിയും, പകരം ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ മാസങ്ങളായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു അവസ്ഥ? കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രശ്നം, കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പ്രശ്നം. വിജയിച്ചാൽ വിജയിച്ച പ്രശ്നം, പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കോൺഗ്രസ് 103 സീറ്റിൻ്റെ UDF 103 സീറ്റിൻ്റെ വലിയ വിജയത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മന്ത്രിയാകുന്നു. പക്ഷേ അതിനുശേഷം സണ്ണി ജോസഫ് KPCC ആസ്ഥാനത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണല്ലോ. ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്, നേരത്തെ AICCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, കോൺഗ്രസ് സംസ്ഥാനത്ത് സ്തംഭനാവസ്ഥയിലാണ്, പാർട്ടി സ്തംഭനാവസ്ഥയിലാണ്, പാർട്ടി പ്രവർത്തിക്കുന്നില്ല, ചലിക്കുന്നില്ല എന്ന് മുൻ KPCC അധ്യക്ഷനും മുൻ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. മറ്റ് പ്രധാനപ്പെട്ട പല കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിക്കുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, KPCC അധ്യക്ഷൻ 103 ദിവസമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 103 ദിവസമായിട്ട് കേരളത്തിൽ KPCCക്ക് ഒരു അധ്യക്ഷൻ, മുഴുവൻ സമയ അധ്യക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സിന്, അതായത് കോൺഗ്രസ് എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കോൺഗ്രസ് ഒരിക്കലും നന്നാവില്ല, കോൺഗ്രസ് ഒരിക്കലും എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. വലിയ വിജയം കിട്ടുമ്പോഴും കോൺഗ്രസിന് ഒരുപാട് ആര് പറയുന്നത് പോലെ എന്നൊരു ചോദ്യം കോൺഗ്രസിൻ്റെ കാര്യത്തിലില്ല. നോക്കൂ, നമ്മൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കും. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അനുകൂല സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടും അത് ചെയ്യാതെ പോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചാബിൻ്റെ കാര്യമെടുക്കാം. പഞ്ചാബിൽ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് പഞ്ചാബിലെ സംഘടനാ പ്രശ്നവുമായി രാഹുൽ ഗാന്ധിയെ കാണാനായി ഒരുപാട് സമയം അദ്ദേഹം ഡൽഹിയിൽ വരികയും രാഹുൽ ഗാന്ധിയെ കാണാനായി കാത്തു നിൽക്കുകയും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയത്തെ തുടർന്നാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി, കോൺഗ്രസുമായി അകലുന്നത്. പിന്നീട് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നതാണ് കണ്ടത്. പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം കോൺഗ്രസിന് നഷ്ടമായി. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷൻ വേണമെന്ന വിമർശനം അന്നും ഉണ്ടായിരുന്നു. അതായത് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ നിയമിക്കുന്ന സാഹചര്യം നമുക്കറിയാലോ. എന്തായിരുന്നു? അന്ന് K സുധാകരനായിരുന്നു KPCC അധ്യക്ഷൻ. K സുധാകരന് പ്രായമായി. K സുധാകരൻ പറയുന്നതൊന്നും വ്യക്തമല്ല. K സുധാകരൻ ഈ എന്താ പറയുക, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നു, അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിമർശനങ്ങളായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അന്ന് K സുധാകരൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ പെർഫോമൻസ് അതിഗംഭീരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിന് ശേഷം K സുധാകരനെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു, നിങ്ങളുടെ പെർഫോമൻസ് അതിഗംഭീരമാണ് എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു. അപ്പോൾ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു, തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉടൻ തന്നെ സണ്ണി ജോസഫ് മന്ത്രിയാകുന്നു. പക്ഷേ അതിനുശേഷം KPCC അധ്യക്ഷനെ ഉടൻ നിയമിക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും 103 ദിവസമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നിടത്താണ് എൻ്റെ വിമർശനം. അത് വിമർശനം തന്നെയാണ്. 103 ദിവസമായി ഈ പാർട്ടി നോക്കൂ. KPCC അധ്യക്ഷൻ നന്നാവില്ല എന്ന് പല കാലത്തും വിമർശനങ്ങൾ കേൾക്കുന്നത് പോലെ കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് 2001 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് സംഘടനയിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. അന്ന് K മുരളീധരൻ KPCC അധ്യക്ഷനായ സമയം എന്നാണോ AK ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്, അതേ ദിവസമാണ് KPCC അധ്യക്ഷനായി K മുരളീധരനും ചുമതലയേൽക്കുന്നത്. പാർട്ടിയും സർക്കാരും കോൺഗ്രസിൽ എല്ലാ കാലത്തും രണ്ട് തട്ടിലായിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കുന്ന AK ആന്റണിയെ പുറത്തു നിന്ന് വിമർശിക്കുന്ന പാർട്ടി അധ്യക്ഷനായി മുരളീധരൻ തുടർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല കാലങ്ങളിലെടുത്താൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് PM സുധീരൻ ഉമ്മൻചാണ്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വന്നത് രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായപ്പോഴാണ്. രണ്ടുപേർക്കിടയിലും വലിയ ഭിന്നതയുണ്ടായപ്പോഴും സംഘടനാപരമായ വിഷയങ്ങളിൽ, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ കാറിൽ
ACC ആസ്ഥാനത്തേക്ക് വരുന്നതും പോകുന്നതും മാധ്യമങ്ങളെ കാണുന്നതും പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഒരു ഐക്യപ്പെടൽ, ഒരു സന്ദേശം ഒക്കെ തന്നെ നൽകിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പാർട്ടി അധ്യക്ഷനില്ല. പാർട്ടി അധ്യക്ഷനില്ല എന്നത് വലിയ പ്രശ്നമാണെന്ന് BJPയെ കണ്ടുപിടിക്കണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം BJPയിൽ നമുക്കറിയാം, ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനെ നിയമിക്കാനൊക്കെ തന്നെ ഒരുപാട് വൈകിയെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ്, സംഘടനാപരമായ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് വിഷയങ്ങളിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച വരുത്താൻ BJP ഒരു കാലത്തും തയ്യാറായില്ല. സംഘടനാ സംവിധാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് ഒരു വലിയ സിസ്റ്റം തന്നെ BJPക്ക് ഈ പറയുന്ന ദേശീയ അധ്യക്ഷൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധ്യക്ഷ സ്ഥാനം വൈകിയെങ്കിൽ പോലും JP നദ്ദ എന്ന് പറയുന്ന ആൾ അധ്യക്ഷനായി ഉണ്ടായിരുന്നു. അവരുടെ അധ്യക്ഷൻ ഉണ്ടായിരുന്നെന്ന്. ഇപ്പോൾ അധ്യക്ഷനില്ലേ? ഇപ്പോൾ അധ്യക്ഷൻ വന്നല്ലോ. KPCC അധ്യക്ഷനുണ്ട്. KPCC ആസ്ഥാനത്ത് വരാത്ത, ഒരു MLA-മാരുടെ യോഗം വിളിക്കാത്ത, സർക്കാർ രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രതിസന്ധിയിലാകുമ്പോൾ അതിനെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയാത്ത, ഇനി മാത്രമല്ല പോഷക സംഘടനകളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത, ഒരു സംഘടനാപരമായി സംസ്ഥാനത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്ത, നോക്കി ഈ KPCC അധ്യക്ഷ സ്ഥാനത്തൊരു നിയമനം എന്ന് പറയുമ്പോൾ അധ്യക്ഷനിൽ നിന്ന് ഇനി അടുത്ത പോഷക സംഘടനകളിലേക്ക്, അത് മഹിളാ കോൺഗ്രസ് ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റ് കർഷക കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റ് എല്ലാ മേഖലകളിലേക്കും ഇതിൻ്റെ തുടർച്ചയുണ്ടാകണം. അങ്ങനെ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 വരാനിരിക്കുന്നു. കോൺഗ്രസിന് അങ്ങനെ സംഘടനാപരമായി ശക്തിപ്പെട്ട്, രാഷ്ട്രീയമായി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനൊരു തുടർച്ചയുണ്ടാകണം. അധികാരം കിട്ടി 103 സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ കോൺഗ്രസ് സംഘടനയെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിനുണ്ട്. പക്ഷേ BJPയിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞതിൽ സുനിലൊരു നഡ്ഡ ആയാലും ഇപ്പൊ പറഞ്ഞ നബീൻ ആയാലും ഇവരൊന്നും അല്ലല്ലോ തീരുമാനം എടുത്തത്. മോദി എന്നൊരൊറ്റ ആളാണ് തീരുമാനം. ഇവിടെ ആരാ തീരുമാനം? ഇവിടെ മോദി എന്നൊരു സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലാതെ കോൺഗ്രസിൽ ആരാണ് തീരുമാനമെടുക്കുന്നത്? ആ 3 പേർക്കപ്പുറത്ത് എന്താണ് കോൺഗ്രസിൽ ഒരു തീരുമാനം? ആ 3 പേരെടുക്കുന്നതാണ് കോൺഗ്രസിൽ ഇന്നും തീരുമാനം. ഇന്നലെ കേരളത്തിന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യം അങ്ങനെയാണോ വന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചു രാഹുൽ ഗാന്ധി ആദ്യത്തെ തീരുമാനമനുസരിച്ചാണോ വന്നത്? അങ്ങ് പറയുന്നതൊക്കെ ഘടകവിരുദ്ധമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് AICCയുടെ ഇഷ്ടപ്രകാരമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICC ചർച്ചകൾ നടത്തിയപ്പോൾ AICCക്ക് മുമ്പിലുള്ള പേരെന്ന് പറയുന്നത് KC വേണുഗോപാലായിരുന്നു. രണ്ടാമത്തെ പേര് രമേശ് ചെന്നിത്തലയായിരുന്നു. VD സതീശൻ കേരളത്തിൽ മുസ്ലിം ലീഗ് ശക്തമായ നിലപാട് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല. ഖർഗെ എന്ന മുതിർന്ന നേതാവിനെ അവിടെ നിയമിച്ചു പാർട്ടി അധ്യക്ഷനായി തീരുമാനിക്കുന്നതും ഒരു തീരുമാനമായി വരികയാണ്. അതിലൊരു സന്ദേശമുണ്ട്. ആ തീരുമാനം ഖർഗെ എടുക്കുന്ന തീരുമാനങ്ങൾ ഖർഗെ അത് വിശദീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെയല്ല, ഗാന്ധി കുടുംബത്തിനെതിരെ കോൺഗ്രസിൽ വലിയൊരു വിഭാഗം അണിനിരക്കുകയും കപിൽ സിബലിനെ പോലെ, നേരത്തെ ഇപ്പോൾ പാർട്ടി വിട്ടുപോയിട്ടുള്ള ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കൾ, അത് പാർട്ടി വിട്ടുപോയ കപിൽ സിബലിനെ പോലുള്ള നേതാക്കൾ, ഇവൻ ശശി തരൂർ പോലും ആ ചേരിയിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസ്, ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം നേതൃനിരയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമുണ്ടായപ്പോഴാണ് കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ജനാധിപത്യ പാർട്ടി അഭിപ്രായങ്ങൾ പറയുമ്പോൾ ശശി തരൂർ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്, ശശി തരൂരിനെ മത്സരിക്കാൻ അനുവദിച്ചപ്പോഴും അതിനെ പൂർണ്ണ മനസ്സോടെയല്ല കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നോമിനിയായിട്ടാണ് മല്ലികാർജുൻ ഖാർഗെ സ്ഥാനാർത്ഥിയാവുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നോമിനിയായി, അത് ഗാന്ധി കുടുംബത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് നോമിനിയായി മല്ലികാർജുൻ ഖാർഗെ വരുന്നത്. വോട്ടെടുപ്പൊക്കെ നടന്നത് വോട്ടെടുപ്പ് നടന്നു. മല്ലികാർജുൻ ഖാർഗെ വിജയിക്കില്ല എന്ന് ആരെങ്കിലും കരുതിയോ? അപ്പൊ സുനിൽ പറയുന്ന പോലെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കപ്പെടുകയല്ല എന്നത്, തീരുമാനങ്ങൾ വൈകുന്നു. പക്ഷേ ജനാധിപത്യ രീതിയുണ്ട്. ഞാൻ പറഞ്ഞ എന്താണ്, ജനാധിപത്യ രീതിയൊക്കെ അംഗീകരിക്കുന്നു. കോൺഗ്രസിന്റെ ജനാധിപത്യ രീതിയൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ 103 സീറ്റിന്റെ മേൽക്കൈയോടുകൂടി UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. 103 സീറ്റിന്റെ മേൽക്കൈയോടുകൂടി കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു പാർട്ടി കൂടി അതിനൊപ്പം വേണം, അല്ലേ? ഈ പാർട്ടി എന്ന് കോൺഗ്രസിനെ, UDFനെ അഡ്രസ്സ് ചെയ്യുന്ന, കോൺഗ്രസിനെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ
മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത AICC-ക്കുണ്ട്. ആ AICC ആ ബാധ്യത നിറവേറ്റുന്നില്ല. KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ആളുകൾ വിമർശനവുമായി രംഗത്ത് വരുന്നത്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആ പരാജയം വിലയിരുത്താനുള്ള സംഘടനാപരമായ യോഗങ്ങൾ ചേരണം. ഇനിയിപ്പോൾ വിജയിച്ചു, ഇനി പരാജയപ്പെട്ട് എന്താ മാധു ഇത്രയ്ക്ക് ചിരിക്കാനുള്ള ചിരി നിർത്താനേ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. കാരണം ഈ പറയുന്ന പോലെ LDF യോഗമൊക്കെ മാറ്റിവെച്ചിരുന്ന വാർത്തകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ് LDF-ന്റെ യോഗങ്ങളൊക്കെ ഈ പറയുന്ന സംഘടനാ തോൽവി ചർച്ച ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് LDF-ന്റെ യോഗം ചേരുന്നതിന്റെ പക്ഷെ അതെന്താ ഈ മുല്ലപ്പള്ളിക്ക് ഒന്നും മനസ്സിലാവാത്തെ? മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് ഈ മുല്ലപ്പള്ളിക്ക് ഈ പറയുന്ന കാര്യം എന്ത് ഈ നോക്കൂ, ഇവിടെ വിഷയമാണല്ലോ. മുഖ്യമന്ത്രിയായ അധികാരമേറ്റ ശേഷം സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. സർക്കാർ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടല്ലോ. അതിനെ പ്രതിരോധിക്കാൻ ഒരു KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു പ്രതിരോധം തീർക്കാൻ എന്ത് നീക്കമാണ് കോൺഗ്രസിൽ ഉണ്ടായത് കേരളത്തിൽ? അത് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം, VD സതീശനെതിരെ വളരെ വ്യക്തിപരമായ ആരോപണങ്ങളാണ് ഉണ്ടായത്. ആരോപണങ്ങളെല്ലാം വാർത്താ സമ്മേളനത്തിൽ VD PM ശ്രീ വ്യക്തിപരമായ ആരോപണമായിരുന്നു. അത് VD സതീശന്റെ വ്യക്തിപരമായ താല്പര്യം എന്ന വിമർശനമാണ് ഉണ്ടായത്. പിന്നെ മാത്രമല്ല ശരി, ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത്, പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മറന്നുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. AICC-ക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം സംഘടനാപരമായ കാര്യങ്ങൾ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയാലേ ഇനി തെരഞ്ഞെടുപ്പുകളെ നേരിടാനുണ്ട്. സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ വെല്ലുവിളികളെ മറികടക്കാനുള്ള നീക്കങ്ങൾ നടത്തണം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ പോകുന്നത് തീർച്ചയായും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ഈ പരാജയപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യണമല്ലോ. അവിടെ ഒരു യോഗം വിളിക്കണമല്ലോ, അവിടെ ചർച്ച നടത്തണമല്ലോ, അവിടെ പരിശോധിക്കണമല്ലോ, അവിടുത്തെ വീഴ്ചകൾ പരിശോധിക്കണമല്ലോ. അത്തരം ഒരു പ്രാഥമിക പരിശോധന പോലും ഇതുവരെ കോൺഗ്രസിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. വിജയത്തിൻ്റെ ഒരു അന്താളിപ്പിൽ ഇപ്പോഴും കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോകുന്നു. കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണെങ്കിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കുന്നില്ല എന്ന വിമർശനവും കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അപ്പോൾ ആരാണ് ഇതിന് താല്പര്യമെടുക്കേണ്ടതെന്നൊരു വലിയ ചോദ്യമുണ്ട്. AICC അധ്യക്ഷനാണോ, അതോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണോ, അതോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണോ? ആരാണ് ഇവിടെ ഒരു തീരുമാനമെടുക്കേണ്ടത് ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ വലിയ ചോദ്യമുണ്ട്. ഉടൻ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞു. ശരി, KPCC-ക്ക് നാഥനുണ്ടോ എന്ന ചോദ്യത്തിന് നിലവിൽ നാഥനില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഒരു സർക്കാർ പാർട്ടി ഏകോപനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ഏകോപനമുണ്ടോ എന്നുള്ള കാര്യം ഈ 100 ദിവസം പൂർത്തി ആയി കഴിഞ്ഞു. ഇപ്പോൾ 100 കടന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു സർക്കാർ പാർട്ടി ഏകോപനമുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ തലസ്ഥാനത്തുണ്ടായിരിക്കുന്ന ചേന്തി അനിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവം പോലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു പാർട്ടിയിലെ ഒരു സാധാരണ പ്രാദേശികമായ ഒരു നേതാവിന് മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തി ആക്ഷേപകരമായി സംസാരിക്കാൻ, അത്തരത്തിൽ പ്രതികരണം നടത്താൻ എങ്ങനെ കഴിയുന്നു? അത് തടയാൻ ഒരു പാർട്ടി സംവിധാനം വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ധൈര്യം പോലും ഇത്തരത്തിലുള്ള നേതാക്കൾ നടത്തി. ഞാൻ മനസ്സിലാക്കുന്ന ഈ ചേന്തി അനിൽ നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയിട്ടുണ്ടാവും. മുഖ്യമന്ത്രി പാലം രാജേഷ് അടക്കമുള്ള ക്രിമിനൽ 2020 ഇദ്ദേഹത്തിന്റെ വീട്ടിലൊരു യോഗം ചേർന്നു അന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്തോ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്നവരാണെന്നാണ് അന്ന് അദ്ദേഹം നൽകിയ വിശദീകരണം. സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാട്ടിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളൊക്കെ വരണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു കല്യാണ വീട്ടിലേറ്റോ ഏതോ ഒരു പരിപാടിയിൽ വെച്ച് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് വരാൻ പറഞ്ഞോ ഞാൻ വരാം എന്ന് പറയുന്ന ഒരു ഉറപ്പ്, അതൊരു ഔദ്യോഗികമായ ഉറപ്പായിട്ട് വ്യാഖ്യാനിക്കുക, എന്നിട്ട് ആ നാട്ടിലെ സ്ത്രീകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, അവരും ആ നിരാശയിൽ നിന്നുള്ള പ്രതികരണം നടത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി സർക്കാർ ഏകോപനമുണ്ടോ? ഇപ്പോൾ 100 ദിനം സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ഇപ്പോൾ 100 ദിനത്തിന് കർമ്മ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ കർമ്മ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ആ നടപ്പാക്കിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇതാ ഇന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വാർത്താക്കുറിപ്പ് വരികയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പിണറായി വിജയൻ ഈ പറഞ്ഞ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നു അല്ലേ? ഈ ഓരോ കാര്യങ്ങളും ചെയ്തതിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നു. അത് പിന്നീട് അങ്ങോട്ട് ഏറ്റെടുക്കുന്ന പാർട്ടിയാണ്. പാർട്ടി അത് സകല ഇടത്തും പ്രചരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണത്. പിന്നീട് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്നുള്ള മറ്റൊരു കാര്യം, അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ അത് ഏറ്റെടുക്കുന്നു. ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ KPCC പ്രസിഡന്റ്, നിലവിലെ KPCC പ്രസിഡന്റ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയ്ക്കുള്ള തിരക്കുകളാണ്. ഇപ്പോൾ ഒരു നേതാവിന് ഒറ്റ പദവി മതി എന്നുള്ള ആലോചനകളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു. 10ഓളം നേതാക്കൾ ഇതിനകം തന്നെ ഈ പദവി ആഗ്രഹിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് അതിൽ യോഗ്യനായ ആൾ എന്നുള്ള തീരുമാനം വരാൻ ഇനി എത്ര കാത്തിരിക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ
ഈ ഒരു സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് പാർട്ടി അവതരിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളിലും ആ, ആ, അദ്ദേഹത്തിൻ്റെതായ ചില ആലോചനകളുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ മിഷൻ സമുദ്ര പോലുള്ള വിഷയങ്ങൾ അത് അദ്ദേഹം അവതരിപ്പിക്കുന്നു. അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് പറയുന്നതാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് അത് പാർട്ടി ഏറ്റെടുത്തതായോ പാർട്ടി ഒരു പ്രതികരണം നടത്തിയതായോ നമ്മൾ കാണുന്നില്ല. പല വിഷയങ്ങളും ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം അദ്ദേഹം സ്വയം അത് പരിഹരിക്കുന്നു. മറ്റ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങളായി നമ്മൾ കാണുന്നില്ല. ഒരു വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ തൻ്റെ വകുപ്പ് ചെയ്തിട്ടില്ല, ആഭ്യന്തര വകുപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രതികരണം ചില കാര്യങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മന്ത്രിമാർക്കും അവരവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം, അങ്ങനെ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഏറ്റവും ഗംഭീരമായ ഒരു വിജയം, ആ വിജയം എങ്ങനെ നേടിയെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ആ വിജയത്തിന് ശേഷം അതിൻ്റെ ശോഭ കെടുത്തുന്ന രൂപത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് സംശയിക്കേണ്ടത്. ഇതിനുശേഷം ഒരു രഥാർജി പിടിപെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ ഇനി അങ്ങോട്ട് യോഗം ചേരുക, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിശകലനം ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ കടക്കേണ്ടത്. അതിന് പകരം ഇപ്പോൾ എന്താ നടക്കുന്നത്? കോഴിക്കോട്ടെ പരാജയം പരസ്യമായി PV അൻവറിനെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിച്ചേനെ എന്നൊക്കെയുള്ള പരസ്യമായ പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കൾ പോലും നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടതെന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൂടാതെ സർക്കാർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായാലും മുഖ്യമന്ത്രി തന്നെ സ്വയം വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യമുണ്ട്, ചില കേസുകളിൽ വൈകാരികമായി എടുത്ത വിഷയങ്ങളുണ്ട്, അതിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. ഓരോ മന്ത്രിമാരും വിശദീകരിക്കും. ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പെടുത്ത തീരുമാനങ്ങൾ അത് ഞങ്ങളോട് കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്ന് ചില മന്ത്രിമാർ പരസ്യമായി പറയുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിനൊക്കെ തന്നെയും ഇതിനിടയിൽ പ്രവർത്തിക്കേണ്ട പാലം എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ യോഗം ചേർന്ന് എത്ര തവണ യോഗം ചേർന്നിട്ടുള്ള ചോദ്യമുണ്ട്. യോഗം ചേർന്നിട്ടില്ല, ഒരു തവണയായിട്ടാണ് യോഗം ചേർന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആയുധമാക്കാൻ കഴിയേണ്ടത് അപ്പുറത്ത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം അതിലേക്കും വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ 100 ദിവസത്തിന് ശേഷം അവർക്ക് സമരം ചെയ്യാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ PM ശ്രീ പോലുള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്ന പോലെ PM ശ്രീ പോലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് LDF-ൽ CPI ആണ് ശക്തമായി ഉന്നയിച്ചത്. CPI പറയുന്നു ഇപ്പോൾ മുഖം തലയുയർത്തി ആ ചോദ്യം ചോദിക്കാൻ കഴിയുന്നത് ഉള്ളത് കൊണ്ടാണല്ലോ എന്ന് CPI ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ അവിടെ നിൽക്കുന്നു. CPI ആകട്ടെ യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ May 7 ഒരു യോഗം ചേർന്നു. പിന്നീട് 101 ദിവസങ്ങൾക്ക് ശേഷം August 17 യോഗം ചേർന്നിരിക്കുക. അപ്പോൾ മുന്നണി എന്ന് പറയുന്ന സംവിധാനം അവിടെയുമില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാരിന് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു അനുഗ്രഹമായിരിക്കുന്നത്. ചോദിക്കാൻ ഇപ്പോഴും പരിഹസിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ആളില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ഒരു ഓർഗനൈസ്ഡ് ആയ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇപ്പോഴും പ്രതിപക്ഷ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ വിരുദ്ധമായ വിമർശനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആയാലും പുറത്ത് വലിയ പ്രതികരണങ്ങളില്ലെങ്കിൽ കൂടി, സമരങ്ങളില്ല എങ്കിൽ കൂടി ഒരു ഓർഗനൈസ്ഡ് ആയി സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. തിരിച്ച് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ അങ്ങനെ ആ രൂപത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയ ഒരു സംവിധാനമില്ല, ഏകോപനമില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അതേ സിസ്റ്റം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം LDF-നെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നൊക്കെയുള്ള വേറെ വിമർശനമാണ്. പക്ഷേ ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അപ്പുറത്തൊരു സിസ്റ്റമേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നാഥനില്ലാത്ത ഒരു കളരിയായി ഇപ്പോൾ KPCC മാറിയിട്ടുണ്ട്. ഉടനടി ഒരു നാഥൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നു. ഇപ്പോൾ മുല്ലപ്പള്ളി പറയുന്നു, എവിടെ നിന്നാണ് ആ തീരുമാനം വരേണ്ടത്, ആ തീരുമാനം അവിടെ എടുക്കുന്നില്ലല്ലോ എന്ന ചോദ്യം മുല്ലപ്പള്ളി ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നാണ് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അതിവിടെ സംഭവിക്കുന്നില്ല, ഒരു ഏകോപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി നോക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അല്പം ചാരിയിരുന്ന് ഓരോരുത്തരുടെ നിലയ്ക്ക് പ്രതികരിച്ചു പോകാം എന്നുള്ളത് ശരിയായ സമീപനം അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാധുനാഥനുണ്ടോ? KPCC-ക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ വേണം എന്നത് കോൺഗ്രസിനുള്ളിലെ ആവശ്യമാണ്. അത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ആവശ്യവും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യവുമാണ്. അങ്ങനെ ഒരു മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണം എന്ന് പറയാൻ കഴിയുന്ന, നേതാക്കൾക്കൊക്കെ പറയാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് കോൺഗ്രസ്. അവർ തന്നെ പലപ്പോഴും കാര്യമായും തമാശയുമായും പറയുന്ന അവരുടെ ഈ പറയുന്ന ആഭ്യന്തര ജനാധിപത്യത്തിന്റെ കാര്യമുണ്ടല്ലോ, ആവശ്യമുള്ളപ്പോഴും പറയും, ആവശ്യമില്ലാത്തപ്പോഴും പറയും. പക്ഷേ അങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊക്കെ ഇടമുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. സംഘടനാ സംവിധാനം നിശ്ചലമാണ് എന്ന വിമർശനം മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഉറക്കെ പറയാൻ തയ്യാറാകുന്നത് ഇനിയെങ്കിലും തീരുമാനമെടുക്കട്ടെ
എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹം മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ, കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെടട്ടെ എന്ന് കരുതി തന്നെയാണ്. സ്വാഭാവികമായും ദീപാദാസ് മുൻഷി പോലെയുള്ള നേതാക്കൾക്കൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്ന ഒരു വിമർശനത്തിന് ചെവി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഓണം കഴിഞ്ഞാൽ KPCC അധ്യക്ഷൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തിലെ നമ്മുടെ അടക്കം ഉള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഓണം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓണം കഴിഞ്ഞ ആദ്യത്തെ നല്ല ദിവസം പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് നോക്കാം. കോൺഗ്രസിൽ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. അതിന്റെ കാരണം എന്താണ്? 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ലിസ്റ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വെട്ടലും തിരുത്തലും താല്പര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അവനവന്റെ പേര് മാത്രം ചുരുട്ടി എഴുതിയ പേപ്പർ 4ആയിട്ട് മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് ദില്ലിക്ക് പോയ നേതാക്കളൊക്കെ അന്നിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കോൺഗ്രസിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. ഇത് നോക്കൂ, ഈ ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷൻ വേണം എന്ന ആവശ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 103-ാം ദിവസം മാത്രമല്ല ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC അധ്യക്ഷൻ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്തും വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്തും ഈ ആവശ്യം ഉയർന്നിരുന്നു. അന്ന് കോൺഗ്രസ് എടുത്ത ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്താണെന്നറിയാമോ? തൽക്കാലം KPCCക്ക് പുതിയ അധ്യക്ഷൻ വേണ്ട എന്നതാണ്. കാരണം സീറ്റ് തീരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധങ്ങൾക്ക് ശേഷം പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ അത് അതിനേക്കാൾ വലിയ അക്രമത്തിലേക്കും ഈ പറയുന്ന അഭിപ്രായ പ്രശ്നങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും അവകാശവാദങ്ങളിലേക്കും ഒക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് സണ്ണി ജോസഫ് തുടരട്ടെ എന്ന തീരുമാനം അന്നെടുത്തു എന്നതാണ്. നോക്കൂ, ഇവിടെ ഈ ഭൈമീ കാമുകന്മാർ പലരുണ്ട് എന്ന് പറയുമല്ലോ, അതുപോലെയാണ് KPCC അധ്യക്ഷനാകണമെന്നത് ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന, ലക്ഷ്യമായി കണ്ടിരിക്കുന്ന നേതാക്കൾ അനവധിയുണ്ട്. അത് ദീർഘകാലത്തെ പാർലമെന്ററി വിജയങ്ങളുടെ മാത്രം ചരിത്രമുള്ള കൊടിക്കുന്നിൽ സുരേഷ് മുതൽ ഇങ്ങോട്ട്, എന്തിനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നമ്മൾ ഓർമ്മയുണ്ട്, ശിവഗിരിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ശുപാർശ വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് കെ മുരളീധരൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ആവശ്യവും ഒരിക്കലും കോൺഗ്രസിൽ നിരാകരിക്കപ്പെട്ടിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് ശിവഗിരി പോയി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഒന്നിന്റെ കൂടെ ഒരു തള്ളും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ശിവഗിരിയിൽ നിന്ന് അങ്ങനെ ഒരു താല്പര്യം വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഈ UDF കൺവീനർ അടൂർ പ്രകാശിന് അദ്ദേഹത്തിന് KPCC അധ്യക്ഷനാകണമെന്ന താല്പര്യം ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ പലരുണ്ട്. ഇപ്പം യുവ നേതാക്കളിൽ ഒരാളായ നമ്മുടെ മാത്യു കുഴൽനാടൻ ആഗ്രഹമുണ്ട്. ഷാഫി പറമ്പിൽ ആകണം എന്ന് പറയുന്നവരുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോളം ചെന്നിട്ട് ഒന്നും അതിൽ വലിയ ബുദ്ധിമുട്ടും പോസ്റ്റ് അടക്കം അടിച്ചിട്ടുണ്ടായിരുന്നു ജോസഫ് വാഴക്കൻ ആകണമെന്ന വലിയ ആഗ്രഹം. ഞാൻ വിചാരിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ മനസ്സിൽ കാണുന്നത് ജോസഫ് വാഴക്കന്റെ പേരാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ജോസഫ് വാഴക്കൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ അവനവന് താല്പര്യമുള്ള നേതാക്കളെ KPCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തി കാണിക്കാൻ ആഗ്രഹമുള്ള പലരുണ്ട്. ഇന്ന് മുല്ലപ്പള്ളി ഈ പറഞ്ഞതിനൊപ്പം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് ഒറ്റപ്പദവി എന്നുള്ളതാണ്. അതായത് നിലവിൽ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നവരിൽ നിന്ന് കുറെ പേരെ വെട്ടാനുള്ള ഒരു ആയുധമാണ് ഇന്ന് മുല്ലപ്പള്ളി എടുത്തു പ്രയോഗിച്ച ഈ ഒറ്റപ്പദവി കൂടി പാലിക്കപ്പെടണമെന്നുള്ളത്. അപ്പൊ ഈ MP-മാര് കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ നമ്മുടെ ഷാഫി പറമ്പില്, മാത്യു കുഴൽനാടൻ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അങ്ങ് മാറും ഒറ്റപ്പദവി വരികയാണെങ്കിൽ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അവിടെ വരുന്ന മറ്റൊരു പേരാരാണ്? ജോസഫ് വാഴക്കനാണ്. ജോസഫ് വാഴക്കൻ നല്ല നേതാവാണ് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഓരോരുത്തരും ഈ പറയുന്നതൊക്കെ ആദർശം മൂത്തിട്ടും കോൺഗ്രസിനോടുള്ള ഇങ്ങനെ അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ്. അങ്ങനെയല്ല, അങ്ങനെ കാണേണ്ടതില്ല. ഇപ്പൊ മുല്ലപ്പള്ളിക്ക് കോൺഗ്രസിനോട് സ്നേഹമില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിലോ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലോ ഒരു വാക്ക് പറയുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അവിടേക്ക് അതങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക എന്നത് മെസ്സിയേക്കാൾ വളരെ മെയ്വഴക്കത്തോടു കൂടി ചെയ്യുന്നവരൊക്കെ തന്നെയാണ് കേരളത്തിലെ നേതാക്കൾ എന്നത് നമ്മളൊന്ന് അത്ര നിഷ്കളങ്കത മാധ്യമപ്രവർത്തകർക്ക് വേണ്ടതില്ല എന്ന് തോന്നുന്നു. പിന്നെ കോൺഗ്രസ് നന്നാവില്ല എന്നൊക്കെ പറയേണ്ട കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം നിലവിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും, നമ്മൾ ഇവിടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകിയപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പുകില്? ഇതുകൊണ്ടാണ് കോൺഗ്രസ് നന്നാവാത്തത് എന്നായിരുന്നല്ലോ. ആ കോൺഗ്രസിന് 102 സീറ്റുണ്ട്, അങ്ങ് പറഞ്ഞ 103 അല്ല, 102 സീറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ജയിക്കാൻ കഴിയുന്ന കോൺഗ്രസിന് KPCC അധ്യക്ഷൻ ഇല്ലാത്തത് കൊണ്ട് സംഘടനാപരമായ പാളിച്ച പറ്റി എന്നൊന്നും പറഞ്ഞു കളയല്ലേ. അപ്പോൾ 2029 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ക്രമീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, കഴിഞ്ഞ ദിവസവും വളരെ നിർണായകമായ യോഗം ചേരുകയും എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വേണമെന്ന കാര്യത്തിൽ പ്രാഥമികമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അവരുടെ പുതിയ അധ്യക്ഷൻ വന്നു. ആ സംവിധാനം അങ്ങനെയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? അവർ പഠിച്ചിറങ്ങുന്ന RSSന്റെ കളരിയുന്ന അവിടെ ഒരു സംവിധാനമുണ്ട്. ആ ചിട്ടവട്ടത്തിലോ ആ പറയുന്ന രീതിയിലോ അല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് കുറച്ചുകൂടി, അതായത് ചർച്ചകൾ കൂടിയൊക്കെയുള്ള ഒരു സംവിധാനമാണ്. അത് ഇപ്പൊ നോക്കൂ, CPM-ൻ്റെത് സംസ്ഥാന സമ്മേളനങ്ങളിലൂടെയാണ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുണ്ട്. പക്ഷെ മാറ്റാൻ പറ്റുമോ?
ഇല്ല, കാരണം അതൊരു കീഴ്വഴക്കം ആയിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് എന്നതാണ്. അപ്പോൾ ഈ 103 ദിവസം കഴിഞ്ഞില്ലേ എന്ന് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നതാണ്. ഇപ്പോൾ നോക്കൂ, വി ഡി സതീശന് പല പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. വി ഡി സതീശൻ ഇന്നയാൾ KPCC അധ്യക്ഷനാകണമെന്ന യാതൊരു അദ്ദേഹത്തിന്റെ ഒരു നോമിനേഷൻ ഇതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മറ്റു പക്ഷങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ CM ക്ലെയിം അത് നിരാകരിക്കപ്പെട്ട ഒന്നാണ്. അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ AICC വിചാരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണ്, അല്ലെങ്കിൽ KC വേണുഗോപാലിന് താല്പര്യമുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണ് എങ്കിൽ അതിൽ വി ഡി സതീശന് പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി അതിൽ ക്ലെയിം ഇല്ല എന്ന് വി ഡി സതീശന് KPCC അധ്യക്ഷൻ KC വേണുഗോപാലിന്റെ താല്പര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ആകുന്നതിൽ വി ഡി സതീശന് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് അതിനുള്ള സാധ്യത വളരെ കാരണം ഒരു സർക്കാരിനെ എന്നും വിമർശിക്കുന്ന, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു KPCC അധ്യക്ഷൻ വന്നാൽ എങ്ങനെയായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക? വി ഡി സതീശന് അംഗീകരിക്കാൻ പറ്റുന്ന, വി ഡി സതീശന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു KPCC അധ്യക്ഷൻ വേണം എന്ന കാര്യത്തിൽ വി ഡി സതീശന് വ്യക്തമായ താല്പര്യമുണ്ട് എന്നതിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹം ഇനി അങ്ങയോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്ലെയിം വെച്ചതായി എനിക്കറിവില്ലാത്തതുകൊണ്ട് ഞാൻ അറിവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായി ഇപ്പൊ മാത്യു കുഴൽനാടൻ KC പക്ഷത്ത് നിന്ന് വളരെ ശക്തമായി പറയുന്ന CM റേസിൽ തന്നെ നിലയുറപ്പിച്ച ഒരാളാണ്. ദില്ലിയിൽ കൂടിക്കാഴ്ചകൾ നടത്തി എന്നത് സംബന്ധിച്ച് നമുക്ക് തന്നെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ KC പക്ഷത്തു നിന്നുള്ള നേതാക്കൾ ആ റേസിൽ, നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള റേസിലുണ്ട്. പക്ഷേ വി ഡി സതീശന്റെ അനുഭാവമുള്ള നേതാക്കൾ ആരെങ്കിലും ആ റേസിലുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശൻ പരസ്യമായി പിന്തുണയ്ക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൽ വിരുദ്ധാഭിപ്രായമോ പേരുകളോ ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഇനി KPCC അധ്യക്ഷനെ വേണം, ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷൻ വേണം. ആരാ അത് ആദ്യം തിരിച്ചറിയേണ്ടത്? ആരാ? ഇപ്പോഴത്തെ KPCC അധ്യക്ഷനാണ്, സണ്ണി ജോസഫാണ്. അദ്ദേഹം പറയണം, എനിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി തന്നെ എടുത്താൽ പൊങ്ങാത്ത പണിയുണ്ട്, KPCC അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന ഹൈക്കമാൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലാരാ? ഈ KPCCയുടെ സംഘടനാ ചുമതലയുടെ ഏറ്റവും മുകൾത്തട്ടിലിരിക്കുന്ന സണ്ണി ജോസഫാണ്. അദ്ദേഹം ഇത് അതുവരെ ചെയ്തിട്ടില്ല. പിണങ്ങി മാറിയിരിക്കാൻ ഇത് വീട്ടു പ്രശ്നമൊന്നുമല്ല. അദ്ദേഹം അത് ചെയ്യേണ്ടതാണ്, ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിലാണ്. കേരളത്തിലെ സംഘടനാ ചുമതലയെങ്കിൽ AICCയുമായി ആശയവിനിമയം നടത്തി കാര്യം വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പുതിയ KPCC അധ്യക്ഷന് വേണ്ടിയുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തേണ്ടത്. അതിനുവേണ്ടി എൻ്റെ ആഗ്രഹം ഇതാണ് എന്ന് നോക്കൂ. നാളെ റിപ്പോർട്ടിന്റെ അടക്കം റിപ്പോർട്ടർമാരോട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്നതാണ്, വാർത്താ സമ്മേളനം വിളിക്കാവുന്നതാണ്, ഉടനെ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. അത് മുല്ലപ്പള്ളിക്ക് മാത്രമായിട്ട് ഇവിടെ റിസർവേഷനുള്ളൊരു കാര്യമല്ലല്ലോ. KPCC അധ്യക്ഷനും നിലവിൽ അത് പറയാമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ അദ്ദേഹം അത് പറയണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നോക്കൂ, അദ്ദേഹം ഇന്ന് ഈ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം ആരെ ലക്ഷ്യം വെക്കുന്നത്? PV അൻവറിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും PV അൻവറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എടുത്ത ആരാ? വി ഡി സതീശനാ. ഇത് പബ്ലിക്കായിട്ട് ഇപ്പൊ ഈ നോക്കണം, കോഴിക്കോട് മര്യാദയ്ക്ക് ഒരു സീറ്റ് ഇല്ലാതിരുന്നിടത്ത് 10-12 സീറ്റ് കിട്ടിയിട്ട് നഷ്ടപ്പെട്ട ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവീൺ കുമാറും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉണ്ടാക്കുന്ന ബഹളം, 102 സീറ്റ് കിട്ടിയത് പോരാഞ്ഞിട്ടോ തികയാഞ്ഞിട്ടാണോ അല്ല, അത് വി ഡി സതീശന്റെ ഒരു തെറ്റായ തീരുമാനമാണെന്ന് ആവർത്തിച്ച് പറയാനുള്ള തിടുക്കം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാക്കൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതെടുത്ത് ആ നിലയ്ക്ക് തന്നെ കാണേണ്ട അത്ര നിഷ്കളങ്കത വേണ്ടതില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ വേറൊരു അധികാര സ്ഥാനം വരാൻ ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു KPCC അധ്യക്ഷൻ പുതിയതായി വന്നു കഴിഞ്ഞാൽ ഒരു അധികാര സ്ഥാനം ഊട്ടിയുറപ്പിക്കപ്പെടുകയും അതിൽ നിന്നുള്ള ആജ്ഞകളും അതുപോലെയുള്ള എന്താ പറയുക, നേരത്തെ മാധവൊക്കെ പറഞ്ഞതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള മറ്റേ BM സുധീരനും ഒക്കെ ഇടപെട്ടതുപോലെ സർക്കാരിലേക്ക് ഇടപെടൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇപ്പം കോൺഗ്രസ് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അധികാര സ്ഥാനം വേറെ വേണ്ട എന്നുള്ളതായിരിക്കാം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ടായിരിക്കും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ ഇപ്പോൾ പരിഗണിക്കാത്തത് എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ സണ്ണി ജോസഫ് മാറിക്കഴിഞ്ഞാൽ കൊടിക്കുന്ന് സുരേഷ്, ബെന്നി ബെഹനാൻ, മാത്യു കൊഴുനാടൻ, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ജോസഫ് വാഴക്കൻ, ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. ഇതിലാരെയാണ് ഇപ്പോൾ AICC തിരഞ്ഞെടുക്കുക? അതിലൊരാളെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തത് പരമാർത്ഥമാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ വേറെ ഒരു വലിയ രീതിയിലുള്ള നിങ്ങൾ എല്ലാ കാര്യത്തിലും പറയാം, കോൺഗ്രസ് അത്ര പ്രതികരിക്കാത്ത പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് രോഗങ്ങൾ കൂടാത്ത പാർട്ടിയോ കാലുവാരകൾ നടത്താത്ത പാർട്ടിയോ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും നടക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇടപെടാത്തതിന് കാരണം ആ ഒരു സാഹചര്യം എനിക്ക് വരികയാണെങ്കിൽ അത് വരട്ടെ
എന്ന് വിചാരിച്ച് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടാക്കേണ്ട എന്നുള്ളത് AICCയുടെ ഒരു തീരുമാനമായിരിക്കും. പിന്നെ KC വേണുഗോപാലിൻ്റെ കാര്യം, KC വേണുഗോപാലെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിൻ്റെ ഒരു നോമിനീനെ KC വേണുഗോപാൽ ഇപ്പോൾ ആ റിസ്ക് എടുക്കാൻ KC വേണുഗോപാലും തയ്യാറല്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു KPCC അധ്യക്ഷൻ വന്നു. ആ KPCC അധ്യക്ഷൻ്റെ ഭാഗമായിട്ട് സ്വന്തത്തിൽ എന്ത് കാര്യം ചെയ്താൽ പറയാതെ KC വേണുഗോപാൽ ചെയ്യിക്കുന്നതെന്ന് പറയും. അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ KC വേണുഗോപാലിൻ്റെ തലയിൽ വെക്കേണ്ട കാര്യം KC വേണുഗോപാൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്താണ് തീരുമാനിച്ചോളൂ, കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിച്ചത് നിങ്ങളെല്ലാം കൂടിയല്ലേ, എന്നാൽ നിങ്ങൾ തന്നെ KPCC പ്രസിഡന്റിനെ കൂടെ തീരുമാനിച്ചോളൂ എന്നുള്ളൊരു നിലയിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാടൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ 100 ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് കാര്യമായിട്ടുള്ള എതിർ സ്വരങ്ങളൊന്നും കേൾക്കാത്തത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 100, 150, 200ഓളം വരുന്ന പ്രധാനപ്പെട്ട KPCC മെമ്പർമാരും KPCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാർ ഏതെങ്കിലും ഒരു ബോർഡോ കോർപ്പറേഷനോ ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വാക്ക് പറഞ്ഞിട്ട് അതിന് മേലെയുള്ള ഒരു ബുദ്ധിമുട്ട് വാങ്ങി വെക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഒരു നേതാക്കന്മാർ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനത്തിലും തീരുമാനം എടുക്കുന്നില്ല. അതോടെ നിന്നോട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് 3 ഇപ്പം പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ബോർഡിലേക്കൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് 3 പേരുണ്ടെങ്കിൽ ഒരാളെ പരിഗണിച്ച ബാക്കി 2 പേരിന്ന് പുറത്തുനിന്ന് കഥ പറയും. അതിനുള്ള സംവിധാനമൊക്കെ കോൺഗ്രസ്സിലുണ്ട്. അത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന ഒരു ഹണിമൂൺ പീരീഡ് കഴിയട്ടെ എന്ന് വിചാരിച്ച് കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതിനെങ്കിൽ അപ്പുറമൊന്നും ഇതിനെ കാണേണ്ടതില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. പിന്നെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫ് ഇപ്പോൾ KPCC പ്രസിഡൻറ്റുമാണ്, വൈദ്യുതി മന്ത്രിയാണ്. അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ഒരു ദോഷമൊന്നുമില്ലല്ലോ എന്നുള്ള നിലയ്ക്കാണ് KPCC പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ എന്നെ ഇവിടുന്ന് ചാടിച്ചു കൊണ്ടുപോയിട്ട് വേറൊരു KPCC പ്രസിഡന്റുണ്ടായി അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ ഞാൻ ഈ മുല്ലപ്പള്ളി പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ അഭിപ്രായമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാര സ്ഥാനം വന്നു കഴിഞ്ഞാൽ, അത് സർക്കാരായി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സർക്കാരിൻ്റെ പുറകെയാണ് എല്ലാ സംവിധാനങ്ങളും ഓടുക. അതിന് പുറകെ KPCC സംവിധാനത്തിൻ്റെ പുറകെ ഒന്നും ഓടും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനാണുള്ള മന്ത്രി, അപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും കൂടെ വേണ്ടേ? അവിടെ വേണമല്ലോ. ബിന്ദു കൃഷ്ണ തോന്നുന്നുണ്ട് അല്ലേ, പിന്നെ മഹിളാ അധ്യക്ഷയാരാണിപ്പോൾ, അതെ, അവരും ഇപ്പോൾ നല്ല പോസ്റ്റിലേക്ക് പോയി. അപ്പം ഞാൻ പറയും ഈ സംവിധാനം ഒക്കെ അല്ലേ, അപ്പം ഞാൻ പറയും ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉടച്ചു വാർക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് AICCക്ക് നല്ല ബോധ്യമുണ്ടെന്ന്. ഇപ്പം ഞാൻ പറയുന്നത് ദീപ മുൻഷിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? AICC പിന്നെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? ഈ പറയുന്ന VD സതീശന് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ വന്നാൽ മതി. കാരണം ഈ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എത്തി. ഇനിയിപ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല VD സതീശൻ ഡൽഹിയിൽ പോയിട്ട് നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് KPCC പ്രസിഡന്റിനെ നിയമിക്കണം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. രമേശ് ചെന്നിത്തല അത് തന്നെ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ KC വേണുഗോപാൽ ഇത് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു, എന്നെ കൊണ്ട് ഈ പരിപാടിക്ക് പറ്റില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം നിൽക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനേക്ക് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇപ്പം മുല്ലപ്പള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ പദവിയെ പാടുള്ളൂ. കോൺഗ്രസ് പറഞ്ഞ കാലം തുടങ്ങി കേൾക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്, ഒരാൾക്ക് ഒറ്റ പദവി പാടുള്ളൂ എന്നുള്ളത്. എന്തെങ്കിലും നടപ്പിലായ സംവിധാനമാണോ? ഒരു കാലത്ത് നടപ്പിലാകാത്ത സംഭവമാണ് ഒറ്റ പദവി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ നടപ്പിലായാൽ ആകെ ഉണ്ടാകുന്ന ഒരാൾ ഈ പറയുന്ന MM ഹസനും പിന്നെ ജോസഫ് വാഴക്കിനും മാത്രമായി മാറുമായിരിക്കും. വേറെ കാര്യം അതിന് വേറെ പരിഗണിക്കാൻ ഞാൻ പറയേണ്ടത് ജോസഫ് വാഴക്കിനൊക്കെ പരിഗണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ജോസഫ് വാഴക്കിനെ പോലെയും അതുപോലെ മാത്യു കുഴൽനാടനെ പോലെയുള്ളവർക്ക് ചെറുപ്പമാണ്. കാരണം അവരെ പോലെയുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം അവർ വേറെ അധികാര സ്ഥാനങ്ങളിലില്ല, മാറി നിൽക്കുന്നു. പിന്നെ മാത്യു കുഴൽനാട് മാറിയിട്ടുള്ളൂ, എന്നാലും ജോസഫ് വാഴക്കിൻ്റെ കാര്യത്തിനകത്ത്. പിന്നെ മറ്റുള്ള ഇത്രയും പ്രായമായി ഇത്രയും സംവിധാനത്തിലൊക്കെ നിന്ന് ഇത്രയും വർഷങ്ങളായിട്ട് MP MLA-മാരൊക്കെ ആയി നിന്നവർ തന്നെ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം യുവാക്കൾക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു മാസത്തിനുള്ളിൽ നിന്ന് തീരുമാനം എടുക്കുമെന്ന്. കാരണം അതിനുള്ളൊരു സംവിധാനമൊന്നും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിൻ്റെ റിസ്ക് ആരെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇപ്പോൾ ആരായി റിസ്ക് എടുക്കുക? KC വേണുഗോപാൽ എടുക്കാൻ പോകുന്നില്ല. KC വേണുഗോപാൽ എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ അതിനകത്ത് തീരുമാനം എടുക്കേണ്ട എന്നുള്ള മൈൻഡ് സെറ്റേ വരുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ തീരുമാനം എടുക്കാൻ KC വേണുഗോപാലിൻ്റെ അഭിപ്രായം ആരായാതെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? തീരുമാനം എടുക്കാൻ കഴിയില്ല. പ്രിയങ്ക ഗാന്ധിക്ക് എടുക്കാൻ കഴിയുമോ? കഴിയത്തില്ല. സോണിയാഗാന്ധിക്ക് എടുക്കാൻ കഴിയുമോ? കഴിയത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്താ തീരുമാനിച്ചോ ഇദ്ദേഹം പറയുമ്പോൾ തന്നെ ആ റിസ്ക് ആരെടുക്കും? VD സതീശൻ എടുക്കുമോ? VD സതീശൻ എടുക്കുന്നില്ല. പിന്നെ ആരാ എടുക്കുക?
അപ്പോൾ ആകെ എടുക്കാൻ പറ്റുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് എടുക്കുന്നുമുണ്ട് ഇതെങ്ങനെയും നടപ്പിലായി പോകണം എന്നുള്ള നിലയ്ക്ക്. പിന്നെ മുല്ലപ്പള്ളിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പള്ളി ഒരു പ്രാവശ്യം KPCC പ്രസിഡന്റൊക്കെ ആയതല്ലേ. അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതെ, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് കുത്തഴിഞ്ഞ് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ഇത്രയും നാളും ഇല്ലാത്ത കുത്തഴിഞ്ഞൊരു 100 ദിവസം കൊണ്ടൊന്നും കുത്തഴിഞ്ഞ് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുത്തഴിയുന്ന അവസ്ഥയിലൊന്നും കോൺഗ്രസ് എത്തിയില്ല. പക്ഷേ എന്താണ് 102 സീറ്റ് എല്ലാ മണ്ഡലത്തിലും MLA മാരുണ്ടല്ലോ അവർക്ക്. കാരണം 140 മണ്ഡലങ്ങളല്ല കേരളത്തിൽ, 102 മണ്ഡലങ്ങളിൽ MLA മാരുണ്ടല്ലോ. അത്രയും വലിയ സംവിധാനം വേറെ എവിടെയും ഉണ്ടോ? ഏത് പാർട്ടിക്കാണത്? കാരണം അവർക്ക് ഏകോപിപ്പിക്കാൻ പറ്റുന്നതിൽ അപ്പുറം സംവിധാനങ്ങൾ പാർട്ടിനെ ഏകോപിപ്പിക്കാൻ പറ്റുമോ? കാരണം അവരെ ഒഴിവാക്കി നിർത്തി പാർട്ടിക്ക് എന്തിനും ഏകോപിപ്പിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഒറ്റ കാര്യത്തിനകത്ത് പരാജയപ്പെടുന്നത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് യോഗം വിളിക്കുന്നില്ല. സണ്ണി ജോസഫ് പാർട്ടിക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. പാർട്ടി എന്തുകൊണ്ട് ബോർഡ് കോർപ്പറേഷനുകൾ തീരുമാനം എടുക്കുന്നില്ല? ഇപ്പോൾ ആരാണ് UDF ചെയർമാൻ? കേരളത്തിൽ UDF ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വകുപ്പുകളൊക്കെ ഈ പറയുന്ന UDF ഘടകകക്ഷികൾക്കെല്ലാം ഇത് വിധിച്ചു കൊടുക്കേണ്ട ആൾക്കാർക്ക്? ഏതൊക്കെ ബോർഡാണ് UDF കോൺഗ്രസിന് വേണ്ടത്, അല്ല ഏതൊക്കെ ബോർഡാണ് ലീഗിന് വേണ്ടത്, ഏതൊക്കെ ബോർഡാണ് കേരള കോൺഗ്രസിന് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഇദ്ദേഹം അല്ലല്ലോ. KPCC പ്രസിഡന്റ് ആവശ്യമില്ലല്ലോ. UDF ചെയർമാൻ തീരുമാനിക്കാൻ യോഗം പറ്റുന്ന കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പം ഇതൊക്കെ കിടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസ്ക് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ റിസ്ക് എടുക്കാൻ ഒരാൾ മുന്നോട്ട് വരണം. ആ മുന്നോട്ട് വരുന്നത് വരെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അപ്പോൾ KPCCക്ക് നാഥനില്ലേ എന്ന ചോദ്യത്തിന് നാഥനില്ല എന്ന് തന്നെയാണ് 4 പേരും അഭിപ്രായപ്പെട്ടത്. Meet the editors.